കെ.സി. വേണുഗോപാലോ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ ചർച്ചകൾ തുടരുന്നതിനിടയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും നടക്കുകയാണ്. കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമാകണം. ഒപ്പം ലീഗിന് എത്ര മന്ത്രിമാരുമുണ്ട് എന്ന ആകാംക്ഷയുണ്ട്. അതിനൊപ്പം തന്നെ ആകാംക്ഷയുള്ളതാണ് ഏതൊക്കെ വകുപ്പുകൾ ആരൊക്കെ കൈകാര്യം ചെയ്യുമെന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസുമായി വെച്ചു മാറേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ്. കാലങ്ങളായി ലീഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നാണ് അഭിപ്രായം. ആബിദ് ഹുസൈൻ തങ്ങളോ എൻ ഷംസുദ്ദീനോ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി ആയിരിക്കും. മറ്റ് 4 പേരും പുതുമുഖങ്ങളായിരിക്കും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ചയായിരിക്കുന്നു. മന്ത്രിസ്ഥാനത്തിൽ പാർട്ടി അധ്യക്ഷൻ തീരുമാനമെടുക്കുമെന്നാണ് ആബിദ് ഹുസൈൻ തങ്ങൾ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. അല്ല, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പാർട്ടിയുടെ നേതൃത്വമുണ്ട്, സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. അവരാലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനം എന്താണോ അതാണ് പാർട്ടിയുടെ നിലപാടും നയവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമൊക്കെ. അതിനനുസരിച്ച് നടക്കുമെന്നല്ലാതെ അതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലി സാഹിബും എല്ലാവരും ഉണ്ട്. നേതൃത്വം ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ് ആയിരിക്കുമല്ലോ മുന്നണി സംവിധാനത്തിൽ പറയുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുക. അതൊക്കെ അവരെടുക്കേണ്ടതാണ്. അതിൽ നമ്മളൊരു അഭിപ്രായം പറഞ്ഞ് പ്രയാസം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ശരി, ചർച്ചകൾ ഏതായാലും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. മുബഷീർ പി അക്ബറും എസ് രഞ്ജിത്തുമാണ് ചേരുന്നത്. മുബഷീർ, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രിമാർ എത്ര പേരുണ്ടാകും എന്നൊരു ചോദ്യമുണ്ട്. ഉപമുഖ്യമന്ത്രിയാകുമോ കുഞ്ഞാലിക്കുട്ടി എന്ന ചോദ്യമുണ്ട്. അതിനപ്പുറം ഏതൊക്കെ വകുപ്പുകളായിരിക്കും ലീഗിന് കിട്ടുക? വ്യവസായ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, അങ്ങനെ കാലങ്ങളായി ലീഗ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഒന്നും തന്നെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്തേക്കും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതിൽ പക്ഷെ തീരുമാനമായിരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായും വിനീത, അക്കാര്യത്തിലൊരു തീരുമാനമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. UDF മുന്നണി രൂപീകരിച്ച കാലം തൊട്ട് തന്നെ ഏറെക്കാലമായി മുസ്ലിം ലീഗ് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്തേക്കുമെന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ലീഗ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ലീഗിൽ നിന്നും 5 മന്ത്രിമാർ തന്നെയാണ് ഇത്തവണ ഉണ്ടാവുക. വിദ്യാഭ്യാസ മന്ത്രിയായി സാധ്യതാ പട്ടികയിലുള്ളത് ഒന്ന് മലപ്പുറത്ത് നിന്ന് കോട്ടക്കൽ നിന്ന് വിജയിച്ച ആബിദ് ഹുസൈൻ തങ്ങളാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവാണ്, മുതിർന്ന നേതാവാണ്, തുടർച്ചയായി വിജയിച്ച നേതാവാണ്. അദ്ദേഹത്തെയാണ് പരിഗണിക്കുന്നത്. അദ്ദേഹം മുൻ ഫറൂഖ് കോളേജിലെ അധ്യാപകനാണ്. ലീഗിന്റെ ഈ അധ്യാപക സംഘടന പ്രഥമ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ തന്നെയാണ്. ആ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്. രണ്ടാമത് എൻ ഷംസുദ്ദീനാണ്. ആബിദ് ഹുസൈൻ തങ്ങൾ അല്ലെങ്കിൽ എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കാമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ കണക്ക് കൂട്ടുന്നത്. അക്കാര്യത്തിലൊരു തീരുമാനമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോഗ്യ വകുപ്പോ റവന്യൂ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് അതിന് തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗിന് ലഭിക്കുമെന്നുള്ളതാണ്. അതായത് ഉപമുഖ്യമന്ത്രിയായി പി കെ കുഞ്ഞാലിക്കുട്ടി വന്നേക്കും. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു ഡിമാൻഡ് ചെയ്യാനൊന്നും തന്നെ തയ്യാറാക്കില്ല. അർഹതപ്പെട്ടത് മുസ്ലിം ലീഗിന് ലഭിക്കുമെന്ന പ്രതികരണങ്ങൾ തുടർച്ചയായിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയിരുന്നു. ഇത്തവണ ലീഗിന്റെ പെർഫോമൻസ് ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് മുന്നണിയിൽ നിന്നും ഉപമുഖ്യമന്ത്രി സ്ഥാനം പി കെ കുഞ്ഞാലിക്കുട്ടി ലഭിക്കുമെന്ന പ്രതീക്ഷ ലീഗ് പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തവണ പ്രധാനപ്പെട്ട ഒരു പദവി തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ ലഭിക്കുമെന്നൊരു കണക്കുകൂട്ടലാണ് ലീഗിനുള്ളത്. മറ്റു വകുപ്പുകളൊക്കെ തന്നെ വ്യവസായ വകുപ്പും IT-യും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വകുപ്പ് ഉൾപ്പെടെ ഉപമുഖ്യമന്ത്രിയായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി വരികയാണെങ്കിൽ അദ്ദേഹം തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വകുപ്പ് പൊതുമരാമത്താണ്. ഇബ്രാഹിം കുഞ്ഞിനെ പോലെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. പൊതുമരാമത്ത് വകുപ്പ് ഇത്തവണ മുസ്ലിം ലീഗ് തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. PK ബഷീറിന്റെ പേരും KM ഷാജിയുടെ പേരും ആ മന്ത്രിസ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. KM ഷാജി മലപ്പുറം വേങ്ങരയിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് പ്രാദേശിക ഘടകങ്ങൾ ഉൾപ്പെടെ ഇത്തവണ പരിഗണിക്കും. പുതുമുഖങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും KM ഷാജിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ആബിദ് ഹുസൈൻ തങ്ങൾ എല്ലാവരും മലപ്പുറം ജില്ലയിൽ നിന്ന് വരികയാണെങ്കിൽ ബാക്കി ജില്ലകളെ പരിഗണിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ PK ബഷീറിനെ മാറ്റി KM ഷാജി കൊടുക്കും. അദ്ദേഹത്തിന് കോഴിക്കോട് നിന്നുള്ളൊരു പ്രതിനിധി എന്ന രീതിയിൽ കൊടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാറക്കൽ അബ്ദുള്ള, AKM അഷ്റഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളും നിലവിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിനിത, അതാണ് VS രഞ്ജിത്ത് കൂടി ചേരുകയാണ്. രഞ്ജിത്ത്, വിദ്യാഭ്യാസ വകുപ്പ് വൈകാരികമായി തന്നെ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കരുതുന്ന ഒരു വകുപ്പാണ്. നമുക്കറിയാം ഈ പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടമായി ഉയർത്തി കാണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണം ഈ പാഠപുസ്തക വിതരണം ഉൾപ്പെടെയായിരുന്നു. അങ്ങനെ വൈകാരികമായി തന്നെ കൈവശം വെച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകേണ്ട എന്ന തീരുമാനത്തിലേക്ക് ലീഗ് എത്തുകയാണ്. കോൺഗ്രസ് അതിനോട് യോജിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്ന ഈ ഘട്ടത്തിൽ. മറ്റു വകുപ്പുകളുടെ കാര്യത്തിലും മാറ്റമുണ്ടാകില്ല എന്നാണ് മുബഷീർ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെ വിലയിരുത്തണം നമ്മൾ ലീഗിൽ വരുന്ന മന്ത്രിമാരെ, അല്ലെങ്കിൽ ആർക്കൊക്കെ സാധ്യതകൾ എന്നതിനെ?
വിനിത, വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് കൈവശം വെക്കുന്നതിന് ദുഷ്ടലാക്കോടുകൂടി പറഞ്ഞാണ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയ്ക്കെതിരായ പ്രചരണം തുടങ്ങിയത്. മലപ്പുറം ജില്ലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കിയ അതിൽ മുഴുവൻ മുസ്ലിം സമുദായത്തിന് വേണ്ടി ലഭിച്ചതാണ്. അവിടെ ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രചരണം. ഈ പ്രചരണം BJP ഉൾപ്പെടെ നടത്തുന്ന പ്രചരണം കൂടിയാണ്. കാരണം വിദ്യാഭ്യാസം കൈവശം വെക്കുന്ന മുസ്ലിം ലീഗ് അത്തരത്തിൽ ഉള്ള സ്ഥാപനങ്ങൾക്കും മാനേജ്മെന്റുകൾക്കും ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീറെഴുതി കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആരോപണം കേരളത്തിന്റെ സാമുദായിക സന്തുലിതാവസ്ഥയും സഭകളുടെയൊക്കെ പിന്തുണയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുത്തുകൊണ്ട് ആരോഗ്യം ഏറ്റെടുക്കാം എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെ വെള്ളാപ്പള്ളിയുടെ ആരോപണത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു കീഴടങ്ങലിന് തയ്യാറാകേണ്ടതില്ല എന്നൊരു പക്ഷേ ലീഗ് തീരുമാനിക്കുകയാണെങ്കിൽ ലീഗ് തന്നെയായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് കൈവശം വെക്കുക. അതോടൊപ്പം തന്നെ ഈ 5 മന്ത്രിമാരും ഉപമുഖ്യമന്ത്രിയും ഒരുമിച്ച് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ചർച്ചകളും വിമർശനങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞു കേട്ടത് ഒന്നുകിൽ 5 മന്ത്രിമാർ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും 4 മന്ത്രിമാരും മറ്റ് ക്യാബിനറ്റ് റാങ്കുകൾ എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസുമായി കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ്. 5 മന്ത്രിമാരാണ് 2011 ഉമ്മൻചാണ്ടി കൊടുത്ത് മഞ്ഞളാംകുഴി അലി 5ാം മന്ത്രി ആയിരുന്നു. അന്ന് വലിയ വിവാദമുണ്ടായതാണ്. ആ 5 മന്ത്രിക്കുള്ള അർഹത ഇപ്പോഴുമുണ്ട്. പക്ഷേ ഉപമുഖ്യമന്ത്രി എന്ന പുതിയ ആവശ്യം ലീഗ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 4 മന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുമാവും. അപ്പോൾ പല ആളുകൾക്കും പ്രാതിനിധ്യം ലഭിക്കാതെ പോകും, ജില്ലകൾക്ക് പ്രാതിനിധ്യം ലഭിക്കാതെ പോകും, സീനിയറായ പല നേതാക്കന്മാരെയും ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ 5 മന്ത്രിമാർ വേണമോ ഉപമുഖ്യമന്ത്രി വേണമോ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ലഭിക്കുമോ എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഉപമുഖ്യമന്ത്രി സ്ഥാനവും 5 മന്ത്രി പദവിയും ഒരുമിച്ച് ലീഗിന് കിട്ടുകയാണെങ്കിൽ വലിയ തോതിലുള്ള വിമർശനം, വെള്ളാപ്പള്ളിയൊക്കെ തുടങ്ങി വെച്ച വിമർശനം പിന്നീട് BJP ഏറ്റെടുക്കാൻ സാധ്യതയുള്ള വിമർശനം, അത് CPM ഉൾപ്പെടെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാനുള്ള സാധ്യത UDF മുന്നിൽ കാണുന്നുണ്ടാവും. ശരി, അത് തന്നെയാണ്. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് തന്നെ കൈവശം വയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ട, വെച്ചുമാറേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. മുബഷീർ പി അക്ബറും VS രഞ്ജിത്തും ആണ് വിശദാംശങ്ങൾ നൽകി. ഇനി ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യം മുഖ്യമന്ത്രി തീരുമാനിച്ച ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുക എന്നാണ് അറിയുന്നത്.